ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റിൻ്റെ സീസൺ 4 എപ്പിസോഡ് നമ്പർ 6 ആണ്. ഈ വീഡിയോക്ക് ചെറിയൊരു ടാർഗറ്റ് വയ്ക്കുകയാണ്. 25 ലൈക്സാണ് ഈ വീഡിയോയുടെ ടാർഗറ്റ്. 25 ലൈക്സ് എപ്പോഴാവുന്ന അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. സോ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ നെക്സ്റ്റ് ടാസ്ക് ആയിട്ടുള്ള ഡെസേർട്ട് ഐലാൻഡ് സർവൈവൽ ടാസ്കിനെ കുറിച്ച് മിസ് പറയും. ജൂലൈ 9 തുടങ്ങി ജൂലൈ 20 മുതൽ ആഗസ്റ്റ് 3 വരെ സ്പെഷ്യൽ ടെസ്റ്റ്, ജൂലൈ 4 മുതൽ 10 വരെ ഫ്രീ ടൈം, നെക്സ്റ്റ് ദിവസം തിരിച്ചു വരും. നിങ്ങൾ ഇത് തീർച്ചയായും കംപ്ലീറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് വ്യത്യാസമുണ്ട്. ടെസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്ന ഐലൻഡ് വലുതായിരിക്കും. നിങ്ങളുടെ ഓപ്പോണൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇതിൻ്റെ എല്ലാ റൂൾസും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. വരാൻ പോകുന്ന ടെസ്റ്റ് ഒരു ഗ്രൂപ്പിൽ 6 ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട ആളുകളെ ഇന്ന് തന്നെ തിരഞ്ഞെടുത്ത് ഗ്രൂപ്പ് ആവാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നല്ലവണ്ണം ആലോചിച്ച് തന്നെ തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളെ. പിന്നീട് കോയിഞ്ച് മിസ്സിനെ കണ്ട് സംസാരിക്കാൻ വരും. കോയിഞ്ച്, നിങ്ങൾ ഇപ്പോഴൊരു ക്രൂഷ്യൽ പോയിന്റിലല്ലേ. സ്റ്റുഡൻറ്റ് ഈ സ്പെഷ്യൽ ടെസ്റ്റ് ഒറ്റയ്ക്ക് നേരിട്ടാൽ അത് നിങ്ങൾക്ക് അത്ര നല്ലതല്ലേ. അങ്ങനെ ചെയ്താൽ എന്താണ് സംഭവിക്കുക? കഴിഞ്ഞ വർഷം നീ അത് ക്വിറ്റ് ചെയ്തു, പക്ഷേ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഇല്ല. നിനക്ക് പെനാൽറ്റി ആയിട്ടുള്ള 60 മില്യൺ പോയിൻറ്റ്സ് അടക്കേണ്ടതായി വരും. നീ എന്താണ് ചെയ്യുക? നീ പുറത്താകുമോ? നിൻ്റെ ഫ്രീഡം പോകുമോ? സൈഡിൽ അയനക്കോച്ചി ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും. മിസ് പോയിട്ട് കോയിഞ്ച്, അയനക്കോച്ചി, നിനക്കെന്താണ് ഇവിടെ കാര്യം? നീ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ ആളുകളെ ഇഷ്ടമല്ല. അതിരിക്കട്ടെ, വരാൻ പോകുന്ന ടെസ്റ്റിൽ നീ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? നീ നിൻ്റെ ഗ്രൂപ്പിൽ എന്നെ കയറ്റുമോ? ചിലപ്പോൾ നീ ആദ്യമേ ക്വിറ്റ് ചെയ്താൽ ഞങ്ങൾ കൂടെ പുറത്താവും. എന്നാൽ ശരി. അയനക്കോച്ചി, നിന്നെക്കൊണ്ട് അത്രയ്ക്കും ഒപ്പിക്കാൻ പറ്റുമോ? ഞാൻ എക്സാം നടക്കുന്ന ദിവസം വരെ നോക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോവും. പിന്നീട് ക്ലാസ്സിൽ ഹൊർഹിറ്റിയും ബാക്കിയുള്ളവരും വരാൻ പോകുന്ന ടെസ്റ്റിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തുകയായിരിക്കും. നമ്മൾ നമ്മുടെ ക്ലാസ്സിലെ ആളുകളോട് വർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ മറ്റൊരു ക്ലാസ്സുകളോട് വർക്ക് ചെയ്താലോ? എനിക്ക് ആശ്ചര്യമുണ്ട്. സക്കാനാഗയും റിയോനും ഈച്ചിനോസും എങ്ങനെ അത് സംസാരിക്കുമെന്നതിൽ. നമ്മൾ ക്ലാസ് ബിയുമായി വർക്ക് ചെയ്താൽ നമ്മൾക്കിടയിലെ ഗ്യാപ്പ് ഫില്ലാവും. നീ പറയുന്നത് ശത്രുവിൻ്റെ ശത്രു മിത്രമാണെന്നോ? മറ്റുള്ള ഗ്രൂപ്പുകളും നമ്മൾക്ക് ഓഫർ തരുന്നുണ്ട്. പിന്നീട് ഒരു ഹിറ്റ്. ഞാനിതുവരെ ആരോട് ഗ്രൂപ്പിലാകാൻ ഓർഡർ ചെയ്തിട്ടില്ല. നമ്മൾക്ക് ഈച്ചിനോസുമായി കൊളാബറേഷൻ ചെയ്താലോ? അവൾ ചിലപ്പോൾ അത് തുടങ്ങിക്കാണും. ഈ വർഷത്തെ ഡെസേർട്ട് ഐലാൻഡ് ടെസ്റ്റിൽ നീയാണോ ഫസ്റ്റ് നീക്കുന്നത്? നമ്മൾക്ക് ഇപ്പോൾ അതിൻ്റെ പേര് മാത്രമേ അറിയൂ. മറ്റു വിവരങ്ങളൊന്നും അറിയില്ല. എനിക്കറിയാം നിനക്ക് ഗ്രൂപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. നമ്മൾക്ക് ഇപ്പോൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിൽ ഫോക്കസ് കൊടുക്കാം. പുറത്താകുന്ന എല്ലാ കുട്ടികളുടെയും നമ്മുടെ പോയിൻറ്റ്സ് കൊണ്ട് മാത്രം നമ്മൾക്ക് സേവ് ചെയ്യാനാവില്ല. അവർ അങ്ങനെ ഓരോ കാര്യം ഡിസ്കസ് ചെയ്ത് എനിക്ക് ഇതിനെക്കുറിച്ച് നിന്നോട് ഒന്നുകൂടി സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒറിറ്റ അവിടുന്ന് പോവും. അവൾ പോയി കഴിയുമ്പോൾ ഒരു കണ്ണാടി വെച്ചൻ വന്ന് അയനക്കോച്ചെ പിടിക്കും. മീഷനാക്കി അവിടേക്ക് വന്ന്, നീ ഞങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് റിപ്ലൈ തന്നില്ല, അതുകൊണ്ട് നിന്നെ കൂട്ടാൻ ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മൾക്കൊന്ന് സംസാരിക്കണം. പിന്നീട് അവർ സംസാരിക്കും. നിനക്ക് എന്നോട് പെയറാകണമെന്നോ? നിങ്ങൾ എന്നെ ക്ലാസ് ബിയിൽ ജോയിൻ ചെയ്യിക്കാൻ നോക്കുകയാണോ? എനിക്കതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഞങ്ങൾ നിനക്ക് 20 മില്യൺ പോയിന്റ് തന്ന് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഇത് റിയോൻ്റെ ഐഡിയോ അതോ നിൻ്റെയോ? ഇത് എൻ്റെ ഐഡിയ ആണ്. റിയോന് ഇതിനെക്കുറിച്ച് അറിയില്ല. നിനക്കറിയില്ല അവനിത് അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന്. എനിക്കൊരു പേടിയുമില്ല. ടെസ്റ്റിൽ ഒരു സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ് പോയിൻ്റ് പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീ ടോപ്പ് 3യിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നിന്നെ ആവശ്യമാണ്. അയനക്കോച്ചി, എനിക്ക് മനസ്സിലാവും. ഈശ്വനാക്കി, അതിനർത്ഥം നീ ഞങ്ങളോട് വർക്ക് ചെയ്യുമെന്നാണോ? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴത് നടക്കില്ല. ഒരു നമ്മൾ കുറച്ചുകൂടി വലിയ ഓഫർ കൊടുക്കണമെന്ന് തോന്നുന്നു. നമ്മൾ അയനക്കോച്ചിയെയും കാനഡയെയും റിയോനെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈശ്വനാക്കി, അവനെൻ്റെ ഓഫർ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾക്ക് അതിന് അയനക്കോച്ചിയുടെ സഹായം അത്യാവശ്യമാണ്. എനിക്ക് നിങ്ങളുടെ വിശ്വാസത്തിനൊത്ത് വരാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. പിന്നീട് നമ്മൾ കാണുന്നത് സൂഡൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തൻ അവൻ്റെ കൂടെ ഉള്ളവളോട്, നീ പാർട്ട്ണറിനെ കണ്ടുപിടിച്ചോ? ഞാൻ നിൻ്റെ ഗ്രൂപ്പിൽ വരണോ? അവൾ, നീ പറയുന്നത് നിനക്ക് എന്നോട് ഗ്രൂപ്പ് ആവണമെന്നാണോ? അങ്ങനെയൊന്നുമല്ല. നീ പുറത്താകാതിരിക്കാൻ ഞാൻ കരുണ കാണിക്കുന്നതാണ്. അവരങ്ങനെ പറഞ്ഞ് പോകുമ്പോഴായിരിക്കും ഖുഷീഡ അവിടേക്ക് വന്ന്, ക്ലാസ് സിയിലെ കൊബാസി നിന്നെ അവൻ്റെ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് അവൻ എക്സൈറ്റ് ആവും. ഖുഷീഡ, അതിന് നീ ഇപ്പോൾ ഷിനഹാരയോട് സംസാരിക്കുകയില്ലേ? അവൾ, എനിക്ക് കുഴപ്പമില്ല. നിനക്ക് അവൻ എവിടെയാണോ കൊണ്ടുപോവേണ്ടത് അവിടെ കൊണ്ടുപോയിക്കോ. അവനാണെങ്കിൽ സന്തോഷത്തോടെ അവളോട് പോവും. അത് കണ്ട് സാറ്റ്സുക്കി കരയും. പിന്നീട് ക്ലാസ്സിൽ ഹൊറിഹിറ്റിയും അയനക്കോച്ചിയോട്, നീ പ്രശ്നത്തിലാണ്. നീ ട്രയൽ കാർഡ് കൊടുത്തു. 8 തരത്തിലുള്ള കാർഡ്സ് ഈ സ്പെഷ്യൽ ടെസ്റ്റിലുണ്ട്. ഫോണിൽ ട്രയൽ നിങ്ങൾ നിങ്ങളുടെ 50% ക്ലാസ് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്.
അല്ലെങ്കിൽ ടോപ്പ് 30% ഗ്രൂപ്പിൽ നിൻ്റെ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കേണ്ടതായി വരും. എക്സ്ട്രാ പോയിൻറ്റ്സ് സ്കൂൾ ആണ് നൽകുക. നമ്മൾക്ക് നമ്മളുടെ ക്ലാസ് പോയിൻറ്റ്സ് അതുകൊണ്ട് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. നീ ടോപ്പ് 30% ഇല്ലെങ്കിൽ പെനാൽറ്റി അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് സംശയമുണ്ട് ആരെങ്കിലും ആ കാർഡ് എടുക്കുമോ എന്നതിനെ ഓർത്ത്. അതിനെക്കുറിച്ച് എനിക്ക് ട്രേഡ് ചെയ്യാൻ ഒരാളെ കണ്ടെത്തണം. എനിക്ക് വിശ്വാസമുണ്ട് നിന്നെക്കൊണ്ട് ഫസ്റ്റ് പ്ലേസിൽ എത്താൻ ആഗ്രഹമുള്ള ആളെ കണ്ടെത്താൻ കഴിയുമെന്നതിൽ. ഓർഹിര, നീ എൻ്റെ തലയിൽ എല്ലാ ദിവസവും ഒരു പണിഷ്മെൻ്റ് എന്നതുപോലെ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. അവൻ അങ്ങനെയൊന്നുമില്ല. പിന്നീട് നമ്മൾ നേരത്തെ കണ്ടവൻ സാസ്കിയോട് നീ പുതിയൊരു പാർട്ട്ണറിനെ കണ്ടുപിടിച്ചു എന്നോട് ചോദിക്കാതെ. അവൾ അതിൽ നിനക്കെന്താ പ്രശ്നം? അവൻ ടെൻഷനായി നീ ആരോടാണ് പാർട്ട്ണറായത്? ക്ലാസ് ബിയുടെ കൊമയുടെ കൂടെ. അവനത് കേട്ട് ബാസ്കറ്റ് കളിക്കുന്നവൻ്റെ കൂടെയോ? അവൾ ഞങ്ങളത് ക്ലാസ്സിന് ശേഷം കോഫി ഷോപ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്യും. പിന്നീട് ആ കോഫി ഷോപ്പിൽ അവരുടെ ഡിസ്കഷൻ കാണിക്കും. അയനക്കോജിയും ഹിറാറ്റിയും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇക്കേനെ സസുകിയോട് പെയറാക്കണം, അല്ലെങ്കിൽ അവന് ആരെയും കിട്ടില്ല. നമുക്ക് കാത്തിരുന്ന് എന്താണ് നടക്കുന്നതെന്ന് കാണാം. പിന്നീട് അയനക്കോജി അവിടുന്ന് പോകുമ്പോൾ ഒരു പെണ്ണ് വന്ന് ഞാൻ നിന്നെ പിന്തുടരുന്നത് കണ്ടതിന് സർപ്രൈസ് ആണോ? നീ എന്താണ് ഹിറാറ്റിയോട് പറഞ്ഞത്? ഐലാൻഡ് ടെസ്റ്റിനെ പറ്റിയാണോ? അവൻ നിനക്കെന്തതിന്? അവൾ അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ കണ്ടുപിടിച്ചു നിന്നെ ASAP കുറിച്ച്. അതെന്താ? ട്രയൽ കാർഡ് എഴുത്തിന് കൊടുത്തു. അതുകൊണ്ട് നീ പ്രശ്നത്തിലാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. എനിക്ക് പേടിയുണ്ട് നിന്നെ ആരെങ്കിലും എടുത്താലോ എന്നതിനെ ഓർത്ത്. അയനക്കോജി, എനിക്ക് ഈ മാസം കഴിയുന്നതുവരെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ താല്പര്യമില്ല. അവൾ മനസ്സിലായി. എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. ഇതാണ് എൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എന്ന് പറഞ്ഞൊരു പേപ്പർ അയനക്കോജിക്ക് കൊടുത്ത് അവൾ അവിടുന്ന് പോവും. പിന്നീട് ഈഷനാക്കി അയനക്കോജിയോട് നീ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചോ? ഇല്ല. അതെന്താ? എൻ്റെ ഉപദേശം കിട്ടിയിട്ടും? ഒഴുത്തി വന്ന് ഓ, അപ്പോൾ നീ അയനക്കോച്ചിയെ കാണാനായിരുന്നു തിരക്കിട്ട് പോയത്. നിങ്ങൾ രണ്ടുപേരും വിയേഡ് പെയറാണ്. ടെൻഷൻ, നിങ്ങൾക്കൊക്കെ എന്താ ഇത് ഇഷ്ടപ്പെടാത്തത്? അല്ല, നീ എന്താണ് ഇത് സീക്രട്ടായി ചെയ്യുന്നേ? അയനക്കോച്ചി, എനിക്ക് ഇവൻ്റെ പക്കലിൽ നിന്ന് കൊമയെക്കുറിച്ച് അറിയണമായിരുന്നു. ഞാൻ കേട്ടത് അവന് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള ഷിനോഹാരയോട് ഗ്രൂപ്പാകണമെന്നാണ്. എനിക്കറിയണമായിരുന്നു അവൻ എങ്ങനെയുള്ള ആളാണെന്ന്. അവൻ നല്ലവനും ഒരു അത്ലറ്റിക്കുമാണെന്ന് നിനക്കറിയാലോ. അവൻ എവിടെയാണ് പോവുക? അവൻ പറയാൻ കുറച്ച് പാടാണ്. മറ്റവൾ ഈഷനാക്കിയാണ് റൊമാൻസിനെ കുറിച്ച് ചോദിക്കുന്ന അവസാനത്തെ ആൾ. അവൻ അപ്പോൾ നീയോ? ഞാൻ നിന്നേക്കാൾ ബെറ്ററാണ്. അവർ ഡേറ്റിങ്ങിലല്ല, പക്ഷേ കൊമയേക്ക് ഷിനഹാരയോട് ഒരു ക്രഷ് ഉണ്ടെന്ന് ഉറപ്പാണ്. അത് കേട്ട് ഇഷിനാക്കി ഒന്ന് ഷോക്കാവും. പക്ഷെ നീ എന്താണ് അവനെ ഓർത്ത് പേടിക്കുന്നേ? ഇക്കയ്ക്ക് ഷിനഹാരയുടെ മുകളിൽ ഒരു ക്രഷുണ്ട്. നീ മറ്റുള്ളവരുടെ പ്രേമത്തിൽ ഇടപെടുകയാണ്. ഇല്ല, പക്ഷേ എനിക്കത് ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഇക്കയുടെ ബെസ്റ്റ് വേണം. ഇഷിനാക്കി തീർച്ചയായും. അത് കേട്ട് അവൾ നീ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ? അതെ, എനിക്ക് അയനക്കോജിയുടെ ഹെൽപ്പും ഇഗ്നോർ ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് അയനക്കോജിയും കൊമയ്ക്കും ഷിനഹാരയോട് ഐലാൻഡിൽ എങ്ങനെ ഇരിക്കണമെന്ന് പറയണമായിരുന്നു. എനിക്ക് അത്ഭുതമുണ്ട് നീ എന്നോടിത് പറഞ്ഞതിൽ. പക്ഷെ ഞാൻ കാണുന്നില്ല മറ്റുള്ളവരുടെ ബിസിനസ് ഇതിലെന്താണെന്ന്. എനിക്കറിയില്ല. ഇക്കെ ഷിനോഹാരയുടെ കേസിൽ ഡിസ്ട്രാക്റ്റാണ്. അങ്ങനെ അവൾ ഇക്കയെക്കുറിച്ചും ഷിനോഹാരയെക്കുറിച്ചും കുറച്ചു നേരം സംസാരിക്കും. പിന്നീട് ഐലൻഡ് സർവേ ഗെയിമിൻ്റെ ഗ്രൂപ്പ് ഫോം ചെയ്തു. അത് കണ്ട് ആരോ കരയുന്നതാണ് കാണുന്നത്. പിന്നീട് കെയും അയനക്കോച്ചിയും തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും കാണിക്കുക. അയനക്കോച്ചി ഫസ്റ്റ് പ്ലേസിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് 300 ക്ലാസ് പോയിൻറ്റ്സ് നേടണം. എനിക്ക് വിശ്വാസമുണ്ട് നിനക്കത് ചെയ്യാൻ പറ്റുമെന്നതിൽ. നീ എൻ്റെ കൂടെ പാർട്ട്ണറായി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് മറ്റൊരു വഴിയുണ്ട്. പ്രൈവറ്റ് പോയിൻറ്റ്സ് വെച്ച് നിന്നെ രക്ഷിക്കാം. അതെ, പക്ഷേ 6 പേർ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് ഓരോരുത്തർക്കും 1,000,000 പോയിൻറ്റ്സ് എങ്കിലും വേണ്ടേ? പുറത്താവുന്ന തടയാൻ എൻ്റെ പക്കൽ അത്രയുമില്ല. 2,40,000 7,60,000 കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള മുഴുവൻ പണവും അവൾക്ക് കൊടുത്താൽ അവളുടെ പക്കൽ 5,00,000 ഉണ്ടാവും. അയനക്കോച്ചി, ഞാൻ നിനക്ക് പണം തരാം. നന്ദി. അയനക്കോച്ചി എന്നെ പുറത്താക്കാൻ സെക്കൻഡ് ടൈമിൽ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് വെച്ചു. ഇത് ചിലപ്പോൾ ഞാനും സുഷ്കിറോയും തമ്മിലുള്ള ഫൈനൽ ബാറ്റിലായിരിക്കും. ഞാൻ അവളുടെ ഗ്രൂപ്പ് ആയാൽ എനിക്ക് ഉപകാരമാണ്. പിന്നീട് ഈച്ചിനോസിനെയും സക്കാനാവകിയുമെയും ആയിരിക്കും കാണിക്കുക. നിൻ്റെ ക്ലാസ് ഒരു നല്ല രീതിയിലല്ല പോകുന്നത്. ഇത് നീ ക്ലാസ് ഡിയിലേക്ക് താഴാൻ കാരണമായേക്കാം. ഈച്ചിനോസ്, എനിക്ക് മനസ്സിലായി. പക്ഷേ അവൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനും എഫേർട്ടിനും വേണ്ടിയല്ലേ ഫൈറ്റ് ചെയ്യുന്നത്. നിനക്കങ്ങനെ ചെയ്യിക്കാനാണോ ഇഷ്ടം? ഞാൻ നിൻ്റെ ക്ലാസ്സിൽ വലിയ പുരോഗതിയൊന്നും കാണുന്നില്ല. ഇച്ചിനോസ് അത് കേട്ട് ടെൻഷനായി. ഞങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കും. മറ്റവൾ OAP വെച്ച് തന്നെ എല്ലാം മനസ്സിലാവും. നിലവിലെ 4 ക്ലാസ്സിൽ നിങ്ങളാണ് മെല്ലെ വളരുന്നത്. നീ നിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കണം. നിനക്ക് ജയിക്കാൻ മറ്റൊരു ചാൻസ് ഇല്ല. ഇച്ചിനോസ്, നീ ഇത് പറയാനാണോ എന്നെ വിളിച്ചേ? എനിക്ക് നമ്മൾ 2 പേരുടെയും ടൈം പോകുന്നത് ഇഷ്ടമില്ല. നീ എൻ്റെ കൂടെ വർക്ക് ചെയ്യുമോ? നിനക്ക് ക്ലാസ് ഐയോടൊപ്പം എത്താനുള്ള ഒരേയൊരു വഴിയാണത്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോകുന്നത്. നിൻ്റെ ക്ലാസ്സിൽ മറ്റു ക്ലാസ്സുകൾക്ക് ഇല്ലാത്ത ഒരു പവർഫുൾ ആയിട്ടുള്ള വെപ്പൺ ഉണ്ട്.
എനിക്ക് വിശ്വാസമുണ്ട് നീ എന്നെ ബിട്രേ ചെയ്യില്ലെന്ന്. ഇത് പാർട്ണറിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൂഷ്യൽ മൊമെൻ്റാണ്. നിനക്ക് ഞങ്ങളോട് എത്താൻ പറ്റില്ലായിരിക്കാം, പക്ഷേ നിനക്ക് റിയോനെ ക്ലാസ്സിന് മറികടക്കാൻ പറ്റുന്നതാണ്. നീയും ക്ലാസ് ഡിയും തമ്മിൽ ഒരു വലിയ ദൂരം തന്നെ ഉണ്ടാവും. യേശുനോസ്, നീ എന്നെ പറ്റി ഓർത്തതിൽ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് മറ്റ് 3 ക്ലാസ്സുകൾ നിനക്ക് നേരെ തിരിയുന്നതിനെ ഓർത്ത് നിനക്ക് പേടിയുണ്ടെന്നാണ്. അത് നിന്നെ ഒരുപാട് ബാഡ് സ്പോട്ടിലേക്ക് കൊണ്ടുപോകും. അത് നടക്കാണ്ടിരിക്കാനാണ് നീ എന്നെ ഇതിൻ്റെ ഭാഗമാക്കുന്നത്, ശരിയല്ലേ? അത് കേട്ട് അവൾ ഒന്ന് ഷോക്കായി. സകാനാഗമി, ഞാൻ നിന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. നീ എൻ്റെ കൂടെ വർക്ക് ചെയ്താൽ 3 കുട്ടികൾ പുറത്താവുന്നത് തടയുവാനുള്ള പോയിന്റ്സ് ഞാൻ തരാം. എനിക്കറിയാം നിനക്ക് ആരും പുറത്താവുന്നത് ഇഷ്ടമല്ലെന്ന്. അവൾ, എനിക്ക് 5 ആളുകൾ പുറത്താകാതിരിക്കുവാനുള്ള പോയിന്റ്സ് വേണം. മറ്റവൾ, എന്നാൽ ശരി, ഞാൻ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ പണം തരാം. യേശുനോസ്, എന്നാൽ ഡീൽ എന്ന് പറഞ്ഞ് അവർ 2 പേരും കൈ കൊടുക്കും. ഇനി റിയോനും ഹൊറിഹിറ്റയും നമ്മുടെ എതിരാളികളാണ്. എന്തു സംഭവിച്ചാലും നമ്മളായിരിക്കും ഫസ്റ്റ് എത്തുക എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ബൈ ബൈ.